തൃശ്ശൂരിൽ വെടിക്കെട്ട് അപകടമുണ്ടായതിന്റെ അല്ലെങ്കിൽ പടക്കശാലയിൽ സ്ഫോടനമുണ്ടായി 14 പേർ മരിച്ചതിന് പിന്നാലെ എന്താണ് അപകട കാരണം എന്നത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. സുരക്ഷാ വീഴ്ച ഉണ്ടായോ തുടങ്ങിയ കാര്യങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. എക്സ്പ്ലോസീവ് റൂൾസ് 2008 പ്രകാരവും പുറ്റിങ്ങൽ ദുരന്തത്തിന് ശേഷം കേരള സർക്കാർ നിർദ്ദേശിച്ചതുമായ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. ഈ മാനദണ്ഡങ്ങളൊക്കെ തന്നെയും കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുകൂടിയാണ് അറിയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ജനവാസ മേഖലയിൽ നിന്ന് മാറി മാത്രമേ വെടിക്കെട്ട് നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാഴ്ചക്കാരിൽ നിന്ന് 100 മീറ്ററെങ്കിലും അകലം വേണം. അങ്ങനെ മാത്രമേ വെടിക്കെട്ട് നടത്താൻ പാടൂ എന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശമുണ്ട്. മാത്രമല്ല സ്കൂളുകൾ, ആശുപത്രികൾ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് 250 മീറ്ററെങ്കിലും അകലം പാലിക്കണമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് മാത്രമേ വെടിക്കെട്ട് നടത്താൻ പാടുള്ളൂ. ജനവാസ മേഖലയാണെങ്കിൽ അവിടെ നിന്ന് 100 മീറ്റർ അകലം പാലിക്കണം. സ്കൂളുകൾ ഒപ്പം അല്ലെങ്കിൽ ആശുപത്രികൾ പോലെയുള്ള ഇടങ്ങളിൽ നിന്ന് 250 മീറ്റർ അകലവും പാലിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വെടിക്കെട്ട് പുരകളുടെ കാര്യമാണ്. ഈ വെടിക്കോപ്പുകൾ സൂക്ഷിക്കുന്ന വെടിക്കെട്ട് പുരകൾ, ഇപ്പോൾ നമ്മൾ മുണ്ടത്തിക്കോടൊക്കെ കണ്ടതുപോലെയുള്ള വെടിക്കെട്ട് പുരകൾക്ക് ഈ ബലമുള്ള ഭിത്തികൾ വേണം. മറ്റൊന്ന് മേൽക്കൂരയുടെ കാര്യമാണ്. അത് കനം കുറഞ്ഞതായിരിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. തീപിടുത്തമുണ്ടായാൽ തീ മുകളിലേക്ക് പടരുന്നതിന് വേണ്ടിയാണിത്. അതായത് സമീപത്തേക്ക് പടർന്നു പിടിക്കാതെ മുകളിലേക്ക് പടർന്നു പിടിക്കുന്നതിന് വേണ്ടി കനമുള്ള ഭിത്തിയായിരിക്കണം. പക്ഷേ ബലമുള്ള കനമുള്ള ഭിത്തിയായിരിക്കണം. കനം കുറഞ്ഞ മേൽക്കൂരയായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അഥവാ തീപിടുത്തം ഉണ്ടായാൽ തന്നെ തീ അണയ്ക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ അവിടെ നിർബന്ധമായും ഒരുക്കിയിരിക്കണം. തീ അണയ്ക്കുന്നതിന് വേണ്ട വെള്ളവും മണൽ ചാക്കും ഉൾപ്പെടെയുള്ള അഗ്നിശമന ഉപകരണങ്ങൾ ഉറപ്പുവരുത്തണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സാധനങ്ങളൊക്കെ മുണ്ടത്തിക്കോടുണ്ടായിരുന്നോ എന്ന ചോദ്യവുമുണ്ട്. ഈ വെടിക്കെട്ട് പുരകളിൽ സ്പാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫിറ്റിങ്ങുകൾ കെട്ടിടത്തിന്റെ പുറത്തുകൂടിയായിരിക്കണമെന്നതാണ് കർശനമായ നിർദ്ദേശം. അതായത് ഈ രീതിയിലുള്ള ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ഇലക്ട്രിക് ഫിറ്റിങ്ങുകളൊക്കെ തന്നെയും പുറത്തായിരിക്കണം. ഈ വെടിക്കെട്ട് പുരകൾക്ക് പുറത്തായിരിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. പൊട്ടാസ്യം ക്ലോറേറ്റ് പോലുള്ള കെമിക്കലുകൾ വെടിക്കോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ പൊട്ടിത്തെറിയിലേക്ക്, തീപിടുത്തത്തിലേക്കൊക്കെ നയിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പൊട്ടാസ്യം ക്ലോറേറ്റ് ഉപയോഗിക്കരുതെന്ന കർശന നിർദ്ദേശമുണ്ട്. മറ്റൊന്ന് 100 കിലോഗ്രാമിൽ കൂടുതൽ വെടിക്കോപ്പുകൾ വെടിക്കെട്ടിന് ഉപയോഗിക്കാൻ പാടില്ല. 100 കിലോഗ്രാമിലധികം സംഭരിക്കരുത്. കാരണം അത്ര വലിയ തോതിലുള്ള സ്ഫോടനം ഉണ്ടാകുന്നതിനിടയാക്കും. അതുകൊണ്ട് 100 കിലോഗ്രാമിൽ കൂടുതൽ വെടിമരുന്ന് സൂക്ഷിക്കരുത്, സംഭരിക്കരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എത്രത്തോളം വെടിമരുന്ന് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല, അതുകൂടി കണ്ടെത്തണം. 125 ഡെസിബലിൽ കൂടുതൽ ശബ്ദം പാടില്ല. രാത്രി 10 മണിക്ക് ശേഷം ശബ്ദമുള്ള വെടിക്കെട്ട് പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമുണ്ട്. ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ വെടിക്കെട്ട് നടത്താനുള്ള ലൈസൻസ് നൽകാൻ പാടുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട മാനദണ്ഡമായി വരുന്നത്. എന്നാൽ ഇതൊക്കെ തന്നെയും പാലിക്കപ്പെടുന്നുണ്ടോ, മുണ്ടത്തിക്കോട് ഉൾപ്പെടെ ഇത് പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയണം. ഏതായാലും വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. പെസോ അധികൃതർ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഒക്കെ തന്നെയും അവിടെ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇതിന്റെ ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്തിയാൽ മാത്രമേ എന്താണ് അപകടത്തിലേക്ക് നയിച്ചത് മുണ്ടത്തിക്കോട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അവിടെ ഇന്നലെ വിശദമായി തന്നെ പരിശോധന നടത്തുന്നത് കണ്ടു.